തലേ ദിവസം തന്നെ ഞാൻ ചോറൊക്കെ തെർമൽ കുക്കറിൽ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആലുവിന് ചോറ് കെട്ടണമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ തന്നെ അത് ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം കുമ്പളങ്ങ ഇരിപ്പുണ്ട്, നമുക്ക് അത് കൊണ്ടിട്ട് കുമ്പളങ്ങ ചാറ് വെക്കാം കേട്ടോ. അപ്പോൾ അത് കഴുകി അരിഞ്ഞ് മൺചട്ടിക്കകത്തോട്ടാക്കി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കൂർക്കൊക്കെ ഇട്ട് ഒരു 5-8 അലക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തൊലി പോകാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യണത്. അതിനെയും ചീവി കഴുകി അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. 2 ചോശു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൂർക്ക് ഇവിടെ വെന്ത് കിട്ടും കേട്ടോ. ചിക്കൻ ഞാൻ അരപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പെല്ലാം പോയപ്പോഴത്തേക്കും അതും വറുക്കാനായിട്ട് നമ്മുടെ കുമ്പളങ്ങാച്ചാറ് തേങ്ങാരപ്പൊക്കെ ഇട്ട് അത് റെഡി ആയപ്പോഴത്തേക്കും അതിനകത്തോട്ട് കടുകും വറുത്തിട്ട് ചിക്കൻ എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂർക്ക ചതച്ച മുളകിട്ട് താളിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ കറികളൊക്കെ റെഡിയായി. കുമ്പളങ്ങാച്ചാറും കൂർക്ക താളിച്ചതും ചിക്കൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ചോറ് കേട്ടാൻ വേണ്ടിയിട്ട് ആലൂനി. അപ്പോൾ അതിന് മുമ്പേ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രത്തിനകത്തോട്ട് നല്ല ചൂട് ചോറ് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കറിയായിട്ട് കൂർക്ക താളിച്ചത് ചോറിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ 2-3 പീസ് ചിക്കൻ വറുത്തതും കൂടെ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുമ്പളങ്ങ ചാറ് ഞാൻ കറിപ്പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂർക്കയെന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവൻ്റെ ജീവനാണ് കേട്ടോ. കൂർക്ക മാത്രം മതി എനിക്ക്. ഈ ചിക്കനും വേണ്ട, മോര് ചാറും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അങ്ങനത്തെ ലഞ്ച് ടവൽ അത് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട, ചോറാണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 പേർക്കും ചോറ് കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടിയുടെ കറിപ്പാത്രത്തിലോട്ട് ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ ചോറെടുത്ത് 2 പേർക്കും വാരി കൊടുത്തത് ആലു ടാറ്റയും പറഞ്ഞ് പോകുന്നുണ്ട്. ആമിക്കുട്ടി പോകാൻ വേണ്ടി ഒരുങ്ങണ്. അപ്പോൾ ക്രയോൺസ് ഇതിപ്പോൾ സ്കൂൾ തുറന്നിട്ട് 3ാമത്തെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആമിക്കുട്ടിനെയുമായിട്ട് സ്കൂളിലോട്ട്